നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്നവരാണ്? നാട്ടിൽ ഫ്രണ്ട്സാ. എൻ്റെ ഷബാസിൻ്റെ അതെ. ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്നവരാണ്? അല്ല ഞങ്ങൾ കോരങ്ങാട് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ നാട്ടിൽ നിന്നുള്ള ബന്ധമാണ്. എന്താ സംഭവിച്ചത് ശരിക്കും? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് കുറച്ചുകൂടി അറിവുണ്ടാകും. അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ആ സ്കൂളിലല്ലാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ കേട്ടതല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല. ഷബാസ് മറ്റു കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, ഇതിനെപ്പറ്റി നമ്മൾ കേട്ട് തന്നെ ഇന്നലെ രാവിലെ ഹോസ്പിറ്റലായിരുന്നു കേട്ടപ്പോഴാണ് കേട്ടത്. അല്ലാണ്ട് നമ്മൾ ആദ്യമൊന്നും കേട്ടിട്ടൊന്നുമില്ല. ഇവിടെ സ്കൂളുകൾ കുട്ടികൾ തമ്മിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അത് ശരിക്കും അത് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്? സംഘർഷങ്ങൾ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒരു അടിമ തീരൂ. ഇത് അടിയല്ല, ഇത് ആളില്ലപ്പോൾ ആള് പോയി. കാരണം ഇതിൻ്റെ കാരണം എന്താണ്? ഇന്ന് വലിയ എന്തോ കാരണമുണ്ടോ? ഒരു കാരണമില്ല. ഇത് കൊലപാതക. 16 വയസ്സ് ഞങ്ങളെ ഏജുള്ള ആൾക്കാർ ഇതിനകത്തുള്ള എന്താ കാര്യം ഉള്ളത്? ഓൻ പോയി, ഇനി പറഞ്ഞ കാര്യമില്ല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇനിയെങ്കിലും ഒരു കണ്ണ് തുറക്കണ്ടേ? കണ്ണ് തുറക്കണം. ഞാൻ എന്താ തുറക്കാത്ത? അല്ല, ഇതിങ്ങനെ ചിന്തിക്കാനുള്ളൊരു കാരണം ഉണ്ടല്ലോ. ആർക്കും ഇങ്ങനെ ധൈര്യം വന്ന് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരാൾ അടിച്ചു കൊല്ലണം? എനിക്കറിയില്ല ഇതിൻ്റെ ചിന്തിക്കാനുള്ള കാരണം എന്താ. വേറെ ധൈര്യം കൊല്ലുക എന്താ? ഒരാൾ പോയി. അതെങ്ങനെ ഈ കുട്ടികൾക്ക് ഈ ധൈര്യം കിട്ടുന്നത്? എന്താണ് ഇവർക്ക് അങ്ങനെ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും? പേടിയില്ലായിട്ടേക്കോ ഇപ്പം അങ്ങനെ ചെയ്താലാന്ന് ഗ്രൂപ്പിലെ വോയിസ് ഇട്ടില്ലേ? കുഴപ്പമൊന്നുമില്ല, എന്ത് കുഴപ്പമില്ല. ഇതൊക്കെ ആരാ കുട്ടികൾ സംസാരിക്കുന്ന അറിയോ? കോരങ്ങാട് ബാച്ചിലെ കുട്ടികളാണ്. ഒരേ ബാച്ചിലെ കുട്ടികൾ? 10ാം ക്ലാസ്? 10ാം ക്ലാസ്. പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനെ? അതിൽ പരിചയമുള്ള ആരുമില്ല. എന്നാലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ, എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ഇവരോട് പെരുമാറാൻ എന്താണ് ഒരു വൈരാഗ്യം, എന്താണ് ഇവരെ നയിച്ചതെന്നുള്ളത്? ചെറിയ പ്രശ്നമാണ്, സംസാരിച്ച് തീരാൻ മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ അവരുടെ ആൾക്കാർക്ക് കൊല്ലാൻ മാത്രമുള്ള ഉദ്ദേശം എന്തുണ്ടാവാനാ? സാധാരണ ഇതിൽ ഇപ്പം മോൻ പറഞ്ഞ പോലെ ചെറിയ അടിപിടികളൊക്കെ ഉണ്ടാവാറുണ്ട്, അത് പറഞ്ഞു തീർക്കാറാണല്ലോ. പക്ഷെ ഇത് കൈകൊണ്ട് അടിച്ചതല്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ നെഞ്ചൊക്കെ വെച്ചടിച്ചോ? നെഞ്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു. ആ നെഞ്ചൊക്കെ ഇവരെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു ആയിരിക്കും. പലരും പറഞ്ഞല്ലോ, ഓല കയ്യിലുണ്ട്. ആ വോയിസിലും പറഞ്ഞല്ലോ നെഞ്ച കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അതുകൊണ്ടല്ലാണ്ട് അത്ര പെട്ടെന്ന് അത്രയൊക്കെ പറ്റാൻ പിന്നെന്താ ചെയ്യാം? നെഞ്ചൊക്കെ ആയിട്ട് ഒരുങ്ങി വന്നതാണ്. അതെ, അല്ലാണ്ട് ഇപ്പോൾ ഒരാളെ കൊല്ലണം എന്നല്ലേ വിലയിൽ പറഞ്ഞതേ. അതിനിപ്പോൾ അങ്ങനല്ലേ വരും. പക്ഷെ എത്ര ദേഷ്യം ഉണ്ടാകാൻ എന്താ ഇവരോട് ചെയ്തതെന്നുള്ളതാണ്. ഒരാവശ്യമില്ലാണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമൊക്കെ എന്ത് ചെയ്താളേ? ഇത്രയും ചെറിയൊരു പ്രശ്നം ഇങ്ങനെ ആക്കേണ്ട എന്താ? ഓൽക്കാണെങ്കിൽ ഒരു പേടിയും ഇല്ലല്ലോ. എന്തായാലും ഓല് ഇറങ്ങിപ്പോലും ജാമ്യം കിട്ടുന്നുള്ളതിലല്ലേ നിൽക്കുന്നത്. ഇങ്ങനെ നെഞ്ചക്കൊക്കെ വെച്ചിട്ട് സാധാരണ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഇത്തരം ആയുധങ്ങളൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇതുവരെ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ അടി സ്ഥിരമായി ഉണ്ടാകണം. അടി എല്ലാ സ്കൂളും ഉണ്ടാവണതാ. അത് ഇപ്പോഴും ചിലപ്പോൾ അടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കില്ല, ചിലപ്പോൾ ഇനിയും ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തീർക്കണതാ. അവിടെ കഴിയും. പിന്നെ അത് വിചാരിച്ച് ഓരോരുത്തർ കൊല്ലാൻ വേണ്ടി ഒരു സാധനം എടുത്ത് വരെ അറിയുന്നത് നമ്മൾ ഇതുവരെ ആലോചിക്കില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ 4 ആൾക്കാരെ കാണ്ടിയല്ലേ. അതെ, ഈ കുട്ടികളൊക്കെ ഇപ്പം ഒരു സ്കൂൾ 2 സ്കൂളിലാണെങ്കിലും ഒരേ അടുത്തടുത്ത നാട്ടുകാരാണ്, ചിലപ്പോൾ പരിചയമുള്ളവരൊക്കെ സുഹൃത്തുക്കളൊക്കെ അല്ലേ? അങ്ങനെ ആയിരിക്കും. എന്നിട്ടും അതങ്ങനെ തോന്നുന്നത് മൈൻഡല്ലേ ഓരോരുത്തരും എന്താ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എല്ലാവരും നമ്മളത് ചിന്താഗതിയല്ല. തിരിച്ചറിവുണ്ടാവില്ല, അതിന്റെ പ്രശ്നമായിരിക്കും. വേറെ മുതിർന്ന ആരെങ്കിലും അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട്, മുതിർന്നവരൊക്കെ കയ്യിലുണ്ടോ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഉണ്ടെന്നാ കേട്ടതല്ലേ പറയാൻ പറ്റൂ. ഉണ്ടെന്നാ കേട്ട്. അതാ ഇവിടുന്ന് വന്നതാണ്? ആരാണ് അവരെ കൊണ്ടുവന്നത്? അറിയില്ല. എവിടെ പഠിക്കുന്നത്? ഞങ്ങൾ കോരങ്ങാട് പഠിക്കുന്നത് +1 ഞാൻ കോരങ്ങാട് അൽഫോൺസിൽ. അവിടെ സ്കൂളിൽ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടികൾ അങ്ങനെ നിരന്തര സംഘർഷം ഉണ്ടാക്കുന്ന കുട്ടികളാണോ? എന്താണ് നിങ്ങൾ? ഞങ്ങളെ സ്കൂളല്ല, എൻ്റെ സ്കൂളല്ല. സെക്കൻഡറി വേറെ ബ്ലോക്ക്? അൽഫോൺസല്ല. അങ്ങനെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഞങ്ങൾ ഇതുവരെ പോലുമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നില്ല. ഞങ്ങൾ 10 പേര് നമ്മൾ അങ്ങോട്ട് താഴോട്ട് നോക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. നമ്മൾ വേറെ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇതുവരെ വരക്കൊണ്ടൊരു പ്രശ്നമൊന്നും വന്നില്ല. സ്കൂളിൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാ? സ്കൂളിനകത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു? അകത്തുനിന്ന് കാര്യമായിട്ട് പ്രശ്നം ഇതുവരെ ഉണ്ടായ കണ്ടില്ല. ഇതുവരെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തുനിന്നല്ലാണ്ട്. പക്ഷേ അതും ഇത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെയായാലും ഉണ്ടാവലുണ്ടല്ലോ, അത്രേ ഉണ്ടായുള്ളൂ ഇതുവരെ. ഞാൻ പാലോറം. അവിടെ ഈ സ്കൂളുകൾ തമ്മിൽ ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള സംഘർഷം ഉണ്ടല്ലോ, അത് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. അത് ശരിക്കും അങ്ങനെ നിങ്ങളൊക്കെ അതിൽ ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ കുട്ടികളോട്? അത് ചെയ്യരുതെന്നൊക്കെ അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നിൽക്കല്. എന്തുണ്ടാവുകയാണെങ്കിലും അങ്ങനെ ഓരോ പ്രശ്നത്തിൽ നിൽക്കല്ല. അതുകൊണ്ട്
ഷഹബാസിനെ പരിചയമുണ്ടോ? അത്രയും പരിചയം നമ്മളപ്പോൾ എപ്പോഴും നടക്കുന്ന ചങ്ങായ. നമ്മളപ്പോൾ നടക്കണല്ലേ, ഇവിടെ നടക്കുന്ന കൂടെ നടക്കുന്ന ചങ്ങായല്ലേ. അന്ന് വൈകുന്നേരം ഇവിടുന്ന് ഒരു ചായക്കടി വാങ്ങാൻ വേണ്ടി പോയതാണ്. വൈകുന്നേരം ചായക്കടി അങ്ങനെ പറഞ്ഞത്. ഞങ്ങളിവിടെ വൈകുന്നേരം ഇവിടെ നല്ലൊടിയും പുറത്തായിരുന്നുള്ളത്. അവൻ ആരോ വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കേട്ടു. മൊത്തി വിദ്യാർത്ഥികളാണ്, +1 പഠിക്കുന്നവരാണ്. അത് കൊരങ്ങാട് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്, പാലോറ സ്കൂളിലുണ്ട്, വ്യത്യസ്ത സ്കൂളിൽ പഠിക്കുന്നവരാണ്. അവർ വലിയ വേദന, അവരുടെ ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതായത് സംഘർഷങ്ങളും വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടിയൊക്കെ ചെറിയ തോതിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ രീതിയിൽ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യവും കൊല്ലാനുള്ള ഒരു ആഹ്വാനവും ഒക്കെ അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ അതിൻ്റെ ഒരു ആശങ്കയും ഞെട്ടലും വേദനയുമാണ്. അവരുടെ സുഹൃത്തുക്കളാണ്, ഈ നാട്ടുകാരാണ്. വ്യത്യസ്ത സ്കൂളുകളാണെങ്കിൽ ഈ നാട്ടുകാരാണ് അവർ. ഒപ്പം കളിച്ച് നടക്കുന്നവനായിരുന്നു ഷഹബാസ് എന്നവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള അവരുടെ കൂട്ടുകാരനെയാണ് അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ രോഷം അവർക്കിടയിലുണ്ട്, വലിയ ആശങ്കയുണ്ട്. അവർ നേരെ അനുഭവിച്ച പലപ്പോഴും സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഘർഷങ്ങളെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി പറഞ്ഞത് കൂടുതൽ സംഘർഷങ്ങളിലേക്കൊന്നും പോകരുതെന്ന്. ഇവർ +1 ആണ്, പോകരുത് വിദ്യാർത്ഥികളോട് പറയാറ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഷഹബാസിൻ്റെ ഇപ്പോൾ വീട്ടിൽ തൊട്ടടുത്തുള്ള ഈ വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട്.